ഇടുക്കി പൈനാവിൽ യുവാവ് വീടിന് തീയിട്ട സംഭവത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കി പോലീസ്. ഭാര്യ മാതാവിനെ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് പ്രതി സന്തോഷ് വീടിന് തീയിട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയ കാര്യം. സന്തോഷിന്റെ സമ്മതമില്ലാതെ നഴ്സായ ഭാര്യയെ വിദേശത്തേക്ക് അയച്ചതാണ് പകയ്ക്ക് ഇടയാക്കിയത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: സന്തോഷിന്റെ സമ്മതമില്ലാതെയായിരുന്നു ഭാര്യ പ്രിൻസിയെ വിദേശത്തേക്ക് അയച്ചത്. വിദേശത്തെത്തിയ ശേഷം പ്രിൻസി വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഇതും പ്രകോപന കാരണമായി. അന്നക്കുട്ടി വീട്ടിൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് സന്തോഷ് വീട് കത്തിച്ചത്. ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ലിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് സന്തോഷ് തീയിട്ടത്. സംഭവം നടക്കവെ രണ്ട് വീട്ടിലും ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും, ലിൻസിന്റെ വീട് ഭാഗികമായും കത്തി നശിച്ചു. അന്നക്കുട്ടിയുടെയും കൊച്ചുമകളുടെയും ദേഹത്ത് കഴിഞ്ഞ ദിവസം സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. പ്രിൻസി ഇറ്റലിയിൽ നഴ്സാണ്. ജൂൺ 5-ന് ഭാര്യ വീട്ടിലെത്തിയ സന്തോഷ് പ്രിൻസിയെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തർക്കത്തിനൊടുവിൽ ഭാര്യ മാതാവിനെയും സഹോദരന്റെ മകളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. അന്നക്കുട്ടിക്ക് 30%, കുഞ്ഞിന് 15% പൊള്ളലുണ്ട്. ഇതിലും പക തീരാതെയാണ് വീണ്ടും ആക്രമണം നടത്തിയത്. അന്നക്കുട്ടി വീട്ടിൽ ഉണ്ടാകും എന്ന് കരുതിയാണ് വീട് കത്തിച്ചത്. അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും ആക്രമിച്ച ശേഷം തമിഴ്നാട്ടിലാണ് സന്തോഷ് ഒളിവിൽ കഴിഞ്ഞതെന്നും ഇവിടെ നിന്നും തിരിച്ചെത്തിയാണ് വീടുകൾക്ക് തീയിട്ടതെന്നുമാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും മൊബൈൽ ഉപയോഗിക്കാത്തതിനാൽ തെരച്ചിൽ ദുഷ്കരം ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പുലർച്ചെ 3:30-യോടെയാണ് സന്തോഷ് പൈനാവിലെത്തി അന്നക്കുട്ടിയും ലിൻസും താമസിച്ചിരുന്ന വീടിന് തീയിട്ടത്. വീടിന്റെ ഒരു മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു. അന്നക്കുട്ടിയുടെ മകൻ പ്രിൻസ് താമസിച്ചിരുന്ന സമീപത്തെ മറ്റൊരു വീടിനും തീയിട്ടു. രണ്ടിടത്തും ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. 2 വീട്ടിലേക്കും പന്തം കത്തിച്ച് ഇടുകയായിരുന്നു. ഇതിനുശേഷം ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലായത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.